ശ്രീ പി എം നിയാസ്, താങ്കൾ അല്പം ഇതിനകത്ത് ഒരു ശ്രീ ഉല്ലാസ് ബാബു ഒരു സെക്കൻഡ് നമ്മൾ പി എം നിയാസിലേക്ക് പോയില്ല. പി എം നിയാസിന്റെ വാക്കുകൾ കേട്ട ശേഷം നമുക്കൊന്ന് തിരിച്ചു വന്നാൽ മതിയല്ലോ. ശ്രീ പി എം നിയാസ്, താങ്കൾ ഈ ചർച്ചയിൽ കുറച്ച് വൈകിയാണ് കയറിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിർണായകമായ ചുവടുവയ്പ്പുകൾക്ക് സാക്ഷിയാകുകയാണ്. ഒന്ന്, ഉത്തരാഖണ്ഡിൽ UCC പ്രാവർത്തികമായിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് അവിടെ നിലവിൽ വന്നിരിക്കുകയാണ്. രണ്ടാമത്, വഖഫ് ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അതായത് വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഈ രണ്ട് സുപ്രധാന നടപടികളുമായി മോദി സർക്കാർ പോകുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയത്? നോക്കൂ നീലിമ, ഇവിടെ ഇന്ത്യ ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും ഒക്കെ ഒരു ജനാധിപത്യ സർക്കാരുകളുടെ പ്രതിനിധിയായിട്ടാണ്. ഈ ജനാധിപത്യ സർക്കാരുകളുടെ പ്രതിനിധി ആവണമെങ്കിൽ ഇന്ത്യയിൽ റിപ്പബ്ലിക് ആയതുകൊണ്ടാണ്. ആ റിപ്പബ്ലിക് ആവണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. അത് എഴുതപ്പെട്ട ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ ഒരു ഭരണഘടന ഇന്ത്യയിലാണുള്ളത്. ആ ഇന്ത്യയിൽ ഭരണഘടന വളരെ കൃത്യമായി എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നരേന്ദ്രമോദി വന്നാലും എൻ്റെ മറ്റ് ഏതെങ്കിലും ഒരു നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും അദ്ദേഹത്തിന് മുമ്പിൽ എങ്ങനെയെല്ലാം ഭരിക്കാം, എങ്ങനെയെല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് ഒരു നിയമം ഭരണഘടനയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഭരണഘടനയിലെ അന്തസ്സത്തെയാണ്. അന്തസ്സത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. ഇന്ത്യ മതനിരപേക്ഷമായ രാജ്യമാണ്. ആ മതനിരപേക്ഷ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ ഭരണഘടനാ ഭേദഗതി വരുത്തി ഇന്ത്യ സെക്യുലർ രാജ്യമായി ഇന്ത്യയെ മാറ്റിവെച്ചു. എന്താണ് സെക്യുലർ എന്ന് ഞാൻ എൻ്റെ സഹപാനലിസ്റ്റുകളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. അത് ഏത് പ്രകാരമാണ്? ഈ രാജ്യത്തിൽ നമ്മുടെ പ്രൊപ്പഗേഷൻ ഓഫ് സർട്ടൻ റിലീജിയൻ ആർട്ടിക്കിൾ 25 പ്രകാരം, ഇന്ത്യയിൽ ആർട്ടിക്കിൾ 21 പ്രകാരം എൻ്റെ ജീവനും എനിക്കുള്ള ലിബർട്ടി, എനിക്ക് ഏറ്റവും കൂടുതൽ സ്പീച്ച് ഫ്രീഡത്തിലുള്ള 19 ഉൾപ്പെടെ നമ്മൾ ആർട്ടിക്കിൾ 26, നിങ്ങൾ ആലോചിക്കണം, ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്, അത് നമ്മുടെ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 27 ഫ്രീഡം ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി റിലീജിയൻ. അതുപോലെ ആർട്ടിക്കിൾ 28 ഫ്രീഡം ആസ് ടു ദ അറ്റൻഡൻസ് ഓഫ് റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാം വളരെ വ്യക്തമായി എഴുതിയതാണ്. എന്താണ് അതിൻ്റെ എസൻസ്? ഇവിടെ എൻ്റെ പാനലിസ്റ്റുകൾ പറഞ്ഞതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന മാറ്റാൻ കഴിയില്ലല്ലോ. ഇന്ത്യയുടെ പരമാധികാരിയായ ഇന്ത്യയുടെ പ്രസിഡന്റിന് ഏകപക്ഷീയമായി ഭരണഘടന മാറ്റാൻ പറ്റുമോ? ഇല്ല. ഭരണഘടന മാറ്റണമെങ്കിൽ അതിൻ്റെ 1, 2, 3 ഭാഗങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കണം. അത് ലോകസഭയും പാർലമെൻറ്റും ലോകസഭയും രാജ്യസഭയും പാസ്സാക്കണം. ചില വിഷയങ്ങളിൽ ഇന്ത്യയിലെ 1/2 സംസ്ഥാനങ്ങൾ പാസ്സാക്കണം. അപ്പോൾ എന്താണ് കാര്യം? ഇവിടെ അങ്ങ് പറയുന്നു ഒരു രാജ്യം, ഒരു നീതി, ഒരു നിയമം. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ വായിച്ചോക്കെ എന്താ ഇന്ത്യയിലെ മൈനോറിറ്റിയെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 29 എങ്കിൽ ഈ പറയുന്ന പോലെ നീതിയും ന്യായവും നിയമവും ഇതെല്ലാം ഒരുപോലെ ആകണ്ടേ? അതിനെന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? മൈനോറിറ്റികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റൈറ്റ് ടു ഇക്വാലിറ്റി, അത് പ്രിയാമ്പിളുള്ളതാണ്. എന്താണ് ഇക്വാലിറ്റിയിൽ എന്താണ് ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളത്? എൻ്റെ സുഹൃത്ത് ഉല്ലാസ് ബാബു വക്കീലാണല്ലോ. നിയമത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയ ആളാണല്ലോ. ഞാൻ റിപ്പബ്ലിക് പാർട്ടിയുടെ പ്രതിനിധിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്ക് വെല്ലുവിളിക്കാൻ പറ്റില്ല. കാരണം അവരുടെ അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട നീലിമ, നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കാം, പക്ഷേ ഭരണഘടന ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കില്ല. ഇവിടെ എന്താണ് ഏക സിവിൽ കോഡ്? ഞാൻ ഈ പറഞ്ഞ എല്ലാ ആർട്ടിക്കിളിനും വിരുദ്ധമായ നിലപാടാണ്. എന്തുകൊണ്ടാണ് വിരുദ്ധത എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞ
മൈനോറിറ്റിയുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഭരണഘടനാ തീരുമാനം എല്ലാ റിലീജിയസിനും അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ മതത്തിൽ ഒരു ആരോഗ്യമുള്ള പുരുഷന് സാമ്പത്തികമുണ്ടെങ്കിൽ 4 ഭാര്യമാർ വരെ ആകാം ഒരേ സമയം. അത് എൻ്റെ മതം വിശ്വസിക്കുന്നതാണ്. ഞങ്ങളൊന്നും അങ്ങനെ മതം പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിക്കണം എന്നല്ല, കഴിക്കേണ്ടവർക്ക് കഴിക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ മുസ്ലിം മതത്തിൽ തന്നെ 2 അഭിപ്രായങ്ങളുണ്ട്. ഈ മുസ്ലിം സ്ത്രീകൾ പള്ളികളിൽ പോകാൻ പാടില്ല. അതൊരു ഒരു മതപണ്ഡിതർ അത് വ്യാഖ്യാനിച്ചൊരു കാര്യമാണ്. നമ്മളൊരു ആധുനിക സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. താങ്കൾ പറയുന്നത് ഇപ്പോൾ 4 പേരെ കല്യാണം കഴിക്കണം, 4 കെട്ട് കെട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ആകാമെന്നാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആകാമെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? പ്രകാരം അങ്ങ് എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഗുരുവായൂർ ക്ഷേത്രത്തില് എല്ലാ ഹിന്ദുക്കൾക്കും അഹിന്ദുക്കൾക്കും ഒക്കെ പ്രവേശിക്കാൻ പറ്റുമോ? എന്താ കാരണം? റിലീജിയസ് ആയിട്ട് അവർക്ക് വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർക്ക് അങ്ങനെയാവാം. അതിന് എന്ത് തരത്തിലുള്ള നിയമം കൊണ്ടുവന്നാൽ ഏകവിശ്വാസമാകാൻ പറ്റുമോ? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കല്യാണ രീതി, വിവാഹ രീതി വേറൊന്നാണ്, നിങ്ങളുടെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേറൊന്നാണ്. ഞങ്ങളുടെ സ്വത്തുക്കൾ ഇസ്ലാം മത സ്വത്തുക്കൾ അനുസരിച്ച് ഒരു അച്ഛൻ മരിച്ചാൽ പെൺമക്കൾക്ക് ഒരവകാശവും ആൺമക്കൾക്ക് 2 അവകാശമാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു അച്ഛൻ മരിച്ചാൽ, അമ്മ മരിച്ചാൽ കുട്ടികൾക്കുള്ള അവകാശങ്ങൾ 2 രീതിയിലാണ്. ഹിന്ദുക്കൾക്ക് മരുമക്കത്തായ സിസ്റ്റമുള്ള സ്ഥലങ്ങളുണ്ട്, മക്കത്തായ സിസ്റ്റമുള്ള സ്ഥലങ്ങളുണ്ട്. മക്കത്തായ സിസ്റ്റങ്ങളിലെ സിസ്റ്റം പോലെയല്ല മരുമക്കത്തായ ഉള്ളത്. ഇതാണ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് അങ്ങ് അധികാരമുണ്ട് എന്ന് വിചാരിച്ച് അങ്ങ് തീരെഴുതാൻ ഇന്ത്യയുടെ ഭരണഘടന എന്താ നിങ്ങൾ ഉമ്മാക്കി കാണിച്ച് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമോ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട അംബേദ്കറുടെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ പിന്നോക്കക്കാരന് ഇന്ത്യയിൽ ഉള്ള അവകാശങ്ങൾ, മൈനോറിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യയിൽ ഒരേപോലെ അവകാശമുണ്ട് എന്ന് രേഖയിൽ എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. അവർക്ക് അങ്ങനെ വിശ്വാസം വരുന്ന കാലമേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുള്ള ഗുണം ഇന്ത്യയിൽ ഉണ്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്താ പറഞ്ഞത്? ഭരണഘടന ഉണ്ടാക്കുമ്പോൾ, ഭരണാധികാരികൾ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ എപ്പോഴാണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി എടുത്ത ഉടനെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഏത് ജനാധിപത്യ സർക്കാരുകളും ആ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവൻ, ഏറ്റവും പിന്നോക്കത്തിൽ നിൽക്കുന്നവൻ, അവന്റെ കണ്ണിൽ നിന്നും ഞാൻ അങ്ങയിലേക്ക് വരാം. ചെറിയൊരു ഇടവേള അനിവാര്യമാണ്. അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട 1-2 വിഷയങ്ങളുണ്ട്. നെഹ്റു, അംബേദ്കർ, EMS, ഏറ്റവും ഒടുവിൽ ശശി തരൂർ വരെ ഏക സിവിൽ കോഡിനെ അനുകൂലിച്ച ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്.